നമ്മളൊരു വിരൽ നഖം മുറിക്കുമ്പോൾ നഖം അങ്ങ് കയറി വെട്ടിപ്പോയാൽ ആ വിരലിന് അനുഭവിക്കുന്ന വേദന എത്രയാണ്? നഖം മുറിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് കയറിപ്പോയി 70ഓളം വലിയ മുറിവുകളായി കിടക്കുന്ന ഒരവസ്ഥയിൽ ആലോചിച്ചു നോക്കൂ. യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, സഅദേ കൈഫ തജിദുക, എന്താണ് വിവരമെന്ന് ചോദിക്കുന്നു നബി തങ്ങൾ. ലോകത്തോട് വിട പറയാൻ അവസാന ശ്വാസം വലിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോട് യുഖ്രിഉകസ്സലാം, നബി തങ്ങൾ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ട്. സഅദേ, നബി തങ്ങളുടെ സലാമും നബി തങ്ങളുടെ അന്വേഷണവും കൈമാറുന്നു മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ. സ്വഹാബി സലാം അടക്കുകയാണ്. വഅലാ റസൂലില്ലാഹി വഅലാ റസൂലില്ലാഹി സലാം വഅലൈക്കസ്സലാം, അല്ലാഹുവിന്റെ റസൂലിനോട് എൻ്റെ സലാം അടക്കണേ. സഅദേ, നബി തങ്ങളുടെ സലാം മറുപടി തന്ന നിങ്ങൾക്കും എൻ്റെ സലാം. നബിയോട് പറയണം, ഇന്നീ ലഅജിദു റീഹൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാസന, സ്വർഗ്ഗത്തിന്റെ ഗന്ധം ഉഹദിന്റെ സൈഡിലൂടെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വർഗം വാസനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം. ഇന്നീ ലഅജിദു റീഹൽ ജന്ന, സ്വർഗം ഞാൻ വാസനിക്കുന്നു, സ്വർഗം എനിക്ക് മണക്കുന്നുണ്ട്, സ്വർഗത്തിന്റെ വാസന വരുന്നു. ഉഹദിന്റെ രണാങ്കണത്തിൽ ഉഹദിന്റെ മൈതാനിയിൽ കിടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി പറയുന്നത്, ഞാൻ സ്വർഗത്തിന്റെ വാസന അറിയുന്നു, സ്വർഗം ഞാൻ മണക്കുന്നുണ്ട്, എനിക്ക് സ്വർഗത്തിന്റെ ഗന്ധം വരുന്നു. സുബ്ഹാനല്ലാഹ്, ഉഹദിൽ കിടക്കുമ്പോ സ്വർഗത്തിന്റെ വാസന വരികയാണ്. എന്റെ നാട്ടുകാരായ അൻസ്വാരികളോട് പറയണമേ സയ്യിദ് ഇബ്നു സാബിത്തേ, അവിടെയാണ് നമ്മുടെ വിഷയം. നബി തങ്ങളോട് സലാം അടക്കി, എന്താ വിശേഷം? സ്വർഗം ഞാൻ വാസനിക്കുകയാണ്, ഞാൻ പോവാനിരിക്കാൻ, എനിക്കതിന്റെ വാസന വരുന്നുണ്ട്, സ്വർഗം എന്നെ വിളിക്കുന്നുണ്ട്. ഖുൽ, നിങ്ങൾ പറയണം, ലിഖൗമിൽ അൻസ്വാർ, അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാമെന്ന് നബി തങ്ങളോട് വാക്കുകൊടുത്ത മദീനക്കാരായ അൻസ്വാരികളോട് പറയണമേ, ലാ ഉദ്റ ലക്കും ഇൻ യുഖ്ലസ് ഇലാ റസൂലില്ലാഹ് വഫീകും ഐനുൻ തത്റഫ്, അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ ഒരു കണ്ണെങ്കിലും നിങ്ങൾക്ക് തുറന്നു വെക്കാൻ കഴിയുമെങ്കിൽ, ഒരു കണ്ണുകൊണ്ടെങ്കിലും ഹബീബിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഒരു ശത്രു പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരരുത്. ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായ ഒരു ഘട്ടമുണ്ട്. ഉഹദിന്റെ 2ാം ഘട്ടം യുദ്ധപരാജയമായിരുന്നു, നമുക്കറിയാം. പക്ഷേ സ്വഹാബികൾക്ക് ഉഹദ് ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. ഉഹദിന്റെ അനുഭവം ആവർത്തിച്ചിട്ടില്ല. സ്വഹാബത്ത് പാഠം പഠിച്ചവരാണ്. നിബിതങ്ങൾ ഇറങ്ങി വരരുത് എന്ന് പറഞ്ഞ ആ ഉത്തരവ് ഹബീബായ നിബിതങ്ങളുടെ ഒരു തീരുമാനം വരുന്നതിന് മുമ്പേ അവർ താഴെ ഇറങ്ങി വന്നു. യുദ്ധം പരാജയത്തിലേക്ക് പോയല്ലോ. ആ സമയം അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കാൻ ആരുമുണ്ടായില്ല. സ്ത്രീകളിൽ 60 വയസ്സ് കഴിഞ്ഞ നബിയുടെ അമ്മായി, 60 വയസ്സ് കഴിഞ്ഞ നബിയുടെ അമ്മായിയായിരുന്ന സുഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, ആ സുഫിയ ബീവി അടക്കം വാളെടുത്ത് കുന്തമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നു ഹബീബിനെ സംരക്ഷിക്കാൻ. സുഫിയ റളിയല്ലാഹു അൻഹ 60 കഴിഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തൊക്കെ പിന്തിരിഞ്ഞോടി. ആ ഓടുമ്പോഴാണ് ഓടുന്ന സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കുന്തവും വാങ്ങിയിട്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സംരക്ഷണത്തിന് പോവുകയാണ്, അതതുറുകൂന റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഉപേക്ഷിക്കുകയാണോ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് ഓടിച്ചെന്ന സുഫിയ റളിയല്ലാഹു അൻഹ, ഈ സ്വഹാബി പറയുകയാണ്, ഞാൻ ലോകത്തോട് യാത്ര പറയുന്നു, ലാ ഉദ്റ ലക്കും, എന്റെ നാട്ടുകാരോട് പറയണം, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരില്ല. അല്ലാഹുവിന്റെ റസൂലിനെങ്ങാനും എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചാൽ, വഫീകും ഐനുൻ തത്റഫ്, കാണാൻ പറ്റുന്ന ഒരു കണ്ണെങ്കിലും നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ നോക്കണമേ. ഞാൻ പോവുകയാണ്, നബിയെ സംരക്ഷിക്കണേ, ഹബീബിനെ സംരക്ഷിക്കണേ, ഞാൻ യാത്ര പോവുകയാണെന്ന് 70ഓളം മുറിവുകൾ ഉണ്ടായി കിടന്ന് മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. ഇവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്, ഒരു സത്യവിശ്വാസിയുടെ നോട്ടം എവിടേക്കാണ്? ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ മക്കളെ നോക്കണേ എന്നോ, എന്റെ കുടുംബം നോക്കണേ എന്നോ, എന്റെ വീട്ടുകാരെ ആര് സംരക്ഷിക്കുമെന്നോ ഒരു പരിഭവവും പറയാതെ
ലാ ഉദ്റ ലക്കും ഇൻ യുഖ്ലസ് ഇലാ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ നോക്കണേ, ഞാൻ പോവുകയാണ്, റസൂലുള്ളാഹിനെ നോക്കണമേ. ഹബീബായ നബി തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ നിങ്ങൾക്കൊരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ശത്രുക്കളെ നബിയുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കരുതേ എന്ന് എന്റെ നാട്ടുകാരായ അൻസ്വാരികളോട് പറയണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വഫാത്തായ മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന കണ്ടുപോയ സ്വഹാബി, അവസാനം പറഞ്ഞ വാക്കെന്താണ്? എന്റെ നബിയെ നിങ്ങൾ നോക്കണം. എവിടെയാണ് സത്യവിശ്വാസി? എന്താണ് സത്യവിശ്വാസിയുടെ ചിന്തകൾ? എവിടേക്കാണ് നമ്മൾ നോക്കുന്നത്? ഐനുഹു ഫിസ്സുറയ്യ വഖദമുഹു ഫിസ്സറ. മണ്ണിൽ കാല് വെച്ച് നിൽക്കുമ്പോഴും ആകാശത്തെ സുറയ്യ നക്ഷത്രത്തിലേക്ക് കണ്ണുയർത്തി നോക്കുന്ന സത്യവിശ്വാസി. ഉന്നതമായ ജീവിത ലക്ഷ്യം, ഉന്നതമായ കാഴ്ചപ്പാടുകൾ. ജീവിതത്തോട് വിട പറയുമ്പോഴും ഉത്തരവാദിത്ത ബോധമുണ്ട്. ഞാൻ ജീവിച്ചത് എന്റെ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്, എന്റെ ജീവിതം ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഹബീബിനെ സംരക്ഷിക്കണമേ. ലാ ഉദ്റ ലക്കും ഇൻ യുഖ്ലസ് ഇലാ റസൂലില്ലാഹ്. മഹാനായ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, എങ്ങനെയാണ് അവർക്ക് ഇത്രയും മഹിതമായി ചിന്തിക്കാൻ കഴിഞ്ഞത്? എന്തൊരു വലിയ ചിന്തയാണത്. മരിച്ചു പോകുമ്പോ ഒരു സാധാരണക്കാരൻ പറയാന്ന് വിചാരിക്കുക, ഞാൻ മരിക്കാണ് മക്കളെ, നമ്മുടെ പള്ളി, നമ്മുടെ കൈതക്കാട് പള്ളി, നമ്മുടെ നാട്ടുകാരൊക്കെ വിയർപ്പൊഴിക്കുണ്ടാക്കിയ പള്ളിയാണ്, ആ പള്ളി നിങ്ങൾ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മഹല്ല് സുശക്തമായി ഭിന്നിപ്പില്ലാതെ ഒരുമിച്ച് പോവണം കേട്ടോ എന്ന് സ്വന്തം നാട്ടുകാരോട്, സ്വന്തം കുടുംബവും മക്കളൊക്കെ ഉണ്ടായിരിക്കെ അവരുടെയൊന്നും പേര് പറയാതെ എന്റെ രാജ്യത്തിന്റെ അവസ്ഥ, എന്റെ സമൂഹത്തിന്റെ അവസ്ഥ, എന്റെ മഹല്ലത്തിൻ്റെത് എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് സ്വഹാബത്തിന്റെ ചിന്ത ഉയർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ ജീവിത രീതികൾ എങ്ങനെയാണ്? നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു അടിയുറച്ച വിശ്വാസവും ഈമാനും പതറാതെ അടിയുറച്ച അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കാനുള്ള സുശക്തമായ മാനസികമായ തയ്യാറെടുപ്പ് നമ്മളിൽ എത്ര പേർക്കുണ്ട്? മഹാനായ അല്ലാമത്തുൽ സുഹ്രി റളിയല്ലാഹു അൻഹു, അല്ലാമ സുഹ്രി തങ്ങൾ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഒരവസരം കിട്ടിയപ്പോ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മുമ്പിൽ ചെന്ന് മഹാനവറുകൾ അത്ഭുതത്തോടുകൂടെ സത്യം തുറന്നു പറഞ്ഞ പ്രഗത്ഭനായ പണ്ഡിതനാണ് മഹാനായ അല്ലാമ അസ്സുഹ്രി റളിയല്ലാഹു അൻഹു. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് എന്ന അമവി ഭരണാധികാരി, അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ ഒരൽപ്പം വെറുപ്പോടുകൂടെ കണ്ടിരുന്ന ആളാണ്. കാരണം എന്താണെന്നറിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയമുണ്ടായപ്പോ മഹദി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അവിടുത്തെ കപടവിശ്വാസികൾ പറയാൻ പാടില്ലാത്തത്, ഒരു സത്യവിശ്വാസി പോലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത വ്യഭിചാര ആരോപണം ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ശുദ്ധമായ ഖുർആൻ അതിന് സൂറത്തുൻ നൂറിലൂടെ മറുപടി കൊടുത്തു. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, അഹങ്കാരത്തോടുകൂടെ ഈ ദുരാരോപണം ഉന്നയിക്കാൻ നേതൃത്വം കൊടുത്ത ആൾ, ആ മനുഷ്യന് അതിശക്തമായ ശിക്ഷ അല്ലാഹു നൽകുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്തിൽ വല്ലദീ തവല്ലാ കിബ്റഹു, അഹങ്കാരം കൊണ്ട് എഴുന്നള്ളിയ മനുഷ്യൻ എന്ന് അല്ലാഹു ഉദ്ദേശിച്ചത് അന്നത്തെ കപടവിശ്വാസികളുടെ നേതാവ് ഉബൈ ഇബ്നു സലൂലിനെ കുറിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്നാണ് ആ മനുഷ്യന്റെ പേര്. മുനാഫിഖീങ്ങളുടെ നേതാവാണ്. നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഞങ്ങൾക്ക് മാത്രമായി വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് ഹബീബായ നബിയുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാതെ വേറെ പള്ളി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ്. ആ പള്ളി ആ നബി തങ്ങൾ ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞ മസ്ജിദു ദിറാർ, അതിന്റെയൊക്കെ നേതാവാണ്, വിഘടനത്തിന്റെ നേതാവാണ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് പറഞ്ഞതാണ്. ഈ ആയത്തിന്റെ ഉദ്ദേശം, വിവക്ഷ ഇദ്ദേഹമാണ്, ഇയാളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന്. പക്ഷെ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ഇത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെന്ന് പറയും. മഅദല്ലാഹ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുബുദ്ധി തോന്നി. അന്നത്തെ ആലിമീങ്ങളൊക്കെ പ്രതികരിച്ചു. പക്ഷേ ഇമാമുനാ സുഹ്രി തങ്ങൾ പ്രതികരിച്ച പോലെ സുശക്തമായൊരു മറുപടി കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അല്ലാമ സുഹ്രിയെ വിളിച്ചു കൊണ്ടുവന്നു. ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ സദസ്സിൽ വേറെയും പണ്ഡിതന്മാരുണ്ട്. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ
റഹിമഹുല്ല എന്ന താബിഈങ്ങളിലെ പ്രമുഖനായ പണ്ഡിതൻ അവിടെയുണ്ട്. ചോദിച്ചു, യാ സുലൈമാൻ ഇബ്നു യസാർ, ആരാണ് വല്ലദീ തവല്ല കിബ്റ എന്ന് പറഞ്ഞ ആയത്തിൽ അഹങ്കരിച്ച് എഴുന്നള്ളിയ മനുഷ്യൻ ആരാണ്? ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. അല്ല, കദബത. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ മറുപടി, നിങ്ങൾ പറഞ്ഞത് നുണയാണ്, അത് അലി ഇബ്നു അബീ ത്വാലിബാണ്. ഞാൻ പഠിച്ചത് ഉബയ്യ് ഇബ്നു സലൂലാണെന്നാണ്. ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. നിങ്ങളത് അലി തങ്ങൾ എന്ന് പറയുന്നു. വൽ മലികു അദ്റാ ബിഖൗലി, നിങ്ങൾ പറയുന്നതിനർത്ഥം നിങ്ങൾക്ക് അറിയൂ എന്ന് പറഞ്ഞ് പിന്മാറി സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല. വേറെ ചില പണ്ഡിതന്മാരോട് ചോദിച്ചു, അവരും പറഞ്ഞു ഇത് അലി തങ്ങളല്ല, ഇതാരാണ്? ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നുണയാണ്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ. അല്ലാമ സുഹരിയുടെ ടേൺ വരുന്നു. മഹാനായ സുഹരി ഇമാമിനോട് ഇതേ ചോദ്യം, ആരാണത്? ഇമാം സുഹരി തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞു പരത്തിയ ഈ മനുഷ്യൻ, വിശുദ്ധ ഖുർആൻ വല്ലദീ തവല്ലാ കിബ്റഹു എന്ന് അഹങ്കാരിയായി എഴുന്നള്ളിയ മനുഷ്യനെന്ന് അല്ലാഹു പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന മനുഷ്യനെ കുറിച്ചാണ്. ഹിശാം പറഞ്ഞു, അല്ലാതെ അലി ഇബ്നു അബീ ത്വാലിബാണ്. സുഹരി ഇമാം പറഞ്ഞു, അല്ല, അത് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ്. ഹിശാമിന്റെ മറുപടി, കദബത, നുണ പറയല്ലിൻ ഇമാം സുഹരിയെ എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഇമാം സുഹരി തങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞത്, അന അക്ദിബ് ലാ അബാലക്, ഞാൻ നുണ പറയുകയോ? ലാ അബാലക്, നിങ്ങൾക്ക് വാപ്പയില്ലാതെ പോകട്ടെ എന്ന് അറബികളുടെ ഒരു പ്രയോഗമുണ്ട്. ലാ അബാലക്, എന്റെ വാപ്പ മരിക്കട്ടെ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം. വിഷമവും സങ്കടവും വരുമ്പോൾ അവരുടെ സങ്കടവും വിഷമവും പ്രതിഷേധവും അറിയിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അറബ് ഭാഷയിൽ. ലാ അബാലക്, ഞാൻ നുണ പറയേ. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് പറക്കുകയാണ്, വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. മാമുനാ സുഹരി തങ്ങൾ പറയുന്നു, ലൗ നാദാ മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു എന്നിരിക്കട്ടെ, അൽ കദിബു ഹലാൽ, നുണ പറയൽ ഹലാലാണ് എന്ന് ആകാശ ലോകത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ തന്നെയും മാ കദബതു, ഞാൻ നുണ പറയുകയില്ല ഹിശാമേ. വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലഖദ് ഹദ്ദസനി സഈദ് വഉർവ وعبيدة وعلقمة عن عائشة رضي الله عنها بأن الذي تولى كبره هو عبد الله بن أبي بن سلول. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീബി പറയുന്നത്, അൽഖമ എന്നവർ കേട്ടത് ഉബൈദ, നിങ്ങളുടെ ബാപ്പ തന്നെ മരിച്ചു പോകട്ടെ എന്ന് സ്വന്തം രാജാവിന്റെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ച അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക വ്യക്തിത്വമാണിത്. ഭരണാധികാരികളുടെ മുമ്പിൽ ചെന്നിട്ട് ഓച്ഛാനിച്ച് നിൽക്കുന്നവരല്ല പണ്ഡിതന്മാർ, അങ്ങനെ ചെയ്യേണ്ടവരല്ല. സമ്പത്തിന്റെ പിന്നാലെ ഓടേണ്ടവരല്ല. ഭരണവർഗത്തിന്റെ പിന്നാലെ നടന്ന് സ്വന്തം അഭിമാനം സമർപ്പിക്കേണ്ടവരോ അല്ലെങ്കിൽ ബലി കൊടുക്കേണ്ടവരോ അല്ല പണ്ഡിതന്മാരെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രഗത്ഭനാണ് അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് തുറന്നു പറയാം. മുസ്ലിമീങ്ങളുടെ ഒരു വിഷയം വരുമ്പോ, മുസ്ലിമീങ്ങളുടെ ഏറ്റവും അനിവാര്യമായ ഒരു വിഷയത്തിൽ വിഭിന്ന അഭിപ്രായ പ്രകടനം നടന്നുകൊണ്ടിരിക്കുമ്പോ സത്യം തുറന്നു പറയുന്നത്, അതിന്റെ അനന്തരഫലം എന്ത്? ഇത് വിഷയമല്ല. തനിക്കെന്തെങ്കിലും കിട്ടുമോ? അതിൽ ശിക്ഷ തന്നെ കിട്ടിയാൽ തന്നെയും ഞാനിത് പറയും എന്ന് പറഞ്ഞ അല്ലാമ സുഹരി തങ്ങൾ എവിടുന്നാണ് ഈ ആർജവം ഉണ്ടാകുന്നത്? മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അത്തരക്കാരിലായ പ്രഗത്ഭനായ മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. അന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങളെ, അബൂ ഹനീഫ തങ്ങളുടെ കാലത്ത്. അയാളുടെ വാദം മഅദല്ലാഹ് പറയാൻ പോലും പേടിയാണ്. അയാൾ പറഞ്ഞിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഹൂദിയാണ്, ജൂതനാണ്, തങ്ങളെ സംബന്ധിച്ചാണ്. നിങ്ങൾ പറഞ്ഞോ, ഓക്കെ, നല്ല മനുഷ്യനാണ് കേട്ടോ പുതിയാപ്പിള. ഹാഫിദുൽ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് മനപ്പാഠമാക്കിയ ആളാണ്. രാത്രി നിന്ന് നിസ്കരിക്കുകയും യഖ്തിമുൽ ഖുർആന ഫീ ലൈല, ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുകയും ചെയ്യുന്ന പ്രഗത്ഭനാണ്. 300 അതിലേറെയോ
റക്അത്തുകൾ തഹജ്ജുദ് മാത്രം നിസ്കരിക്കുന്ന മഹാനാണ്. മതി, ഈ പുതിയാപ്പിള ധാരാളമാണ്. പക്ഷെ അയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്തേ? ആള് ജൂതനാണ്. ജൂതനെയാണോ എന്റെ മോൾക്ക് ഇമാമ് കൊണ്ടുവന്നത്? ജൂതനെ എനിക്ക് പറ്റൂല. ഓഹോ, ജൂതനെ നിനക്ക് പറ്റില്ലല്ലേ? സ്വന്തം മക്കളിൽ 2 പെൺമക്കളെ, റുഖയ്യ ബീവിയെയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും, സ്വന്തം പെൺമക്കളിൽ 2 പേരെ ഹബീബായ നബി തങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുത്ത പുതിയാപ്പിളയാണ്. നിങ്ങൾ ജൂതനാണെന്ന ആരോപണം പറയുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ജൂതനെ പറ്റില്ലല്ലേ? അല്ലാഹുവിന്റെ റസൂലാണോ പിന്നെ സ്വന്തം പെൺമക്കളെ ജൂതന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ആ മഹാനെ പറ്റിയാണോ? ഹാഫിളുൽ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് മനപ്പാഠമാക്കുകയും ഇടപെടുന്നത് എന്തിന്? ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി. ഉസ്മാൻ തങ്ങളെ സംബന്ധിച്ചത് പറഞ്ഞപ്പോഴേ അബൂ ഹനീഫ ഇമാം വീട്ടിലേക്ക് ചെന്നു. നിങ്ങളുടെ പ്രായപൂർത്തിയായ ഖുർആൻ എഴുതിയ മഷിയെക്കുറിച്ച് ഖുർആനിന്റെ ചട്ടയെക്കുറിച്ചല്ല, ഖുർആൻ എന്ന കിതാബിനെ കുറിച്ചല്ല, അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ, അള്ളാന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം, അള്ളാഹുവിന്റെ ദാത്ത്, അസലിയായ ദാത്താണ്, സൃഷ്ടിയല്ല അള്ളാഹു. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും സൃഷ്ടിയല്ല. നമ്മൾ സൃഷ്ടികളാണ്. നമ്മുടെ സംസാരം, നമ്മുടെ കേൾവി ഇതൊക്കെ ഉണ്ടായതാണ്. ഇതില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടേത് സൃഷ്ടിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെത് ഗൈറു മഖ്ലൂഖ്, അത് സൃഷ്ടിയല്ല എന്ന് വാദിച്ചു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അന്നത്തെ ഭരണാധികാരികൾ ഈ ആശയം കൊണ്ടുവന്ന ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ ഖൽഖുൽ ഖുർആൻ എന്ന പ്രമാദമായ വിഷയം മുന്നോട്ട് വെച്ച അന്നത്തെ മുഅ്തസിലികളുടെ സപ്പോർട്ടുകാരായിരുന്നു അന്ന് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ. മുഅ്തസിം അടക്കം, വാസിഖ് ബില്ലഹ് അടക്കം, ഇബ്നു അബീ ദുആദ് അടക്കം, ഇവരെല്ലാം ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ വളരെ ക്രൂരമായി മർദ്ദിച്ചവരാണ്. മർദ്ദിച്ച് 40 കൊല്ലത്തോളം ജയിലിൽ കടന്ന മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. എന്തിന്? അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ജയിലിൽ കടന്നു. കുഴപ്പമില്ല, ദീനിന്റെ വിഷയത്തിൽ ജയിലിൽ കടന്നിട്ടുണ്ടല്ലോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു. വേറെ തട്ടിപ്പ് ചെയ്തിട്ടൊന്നല്ല, ദീനിന്റെ വിഷയത്തിൽ. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പിൻതലമുറയിൽ വരുന്ന കോടാനുകോടി ആളുകൾ അള്ളാഹുവിന്റെ കലാമിനെ പറ്റി പറയാൻ പാടില്ലാത്തത് അവർ വിശ്വസിക്കുന്ന അവസ്ഥ വരും. അതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ചോരയിലാ നിസ്കരിച്ചതെന്ന എപ്പോഴും അടിയാണ്. ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ പറയും മുഅ്തസിം, അന്നത്തെ ഭരണാധികാരി. 2 ചാട്ടവാറ് കൊടുക്കും. 2 ആളുകളെ വിളിക്കും. ഓരോരുത്തരോടും പറയും, 2 അടിയേ നിനക്ക് അടിക്കാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചടിച്ചോ 2 അടി ഇമാമിനെ. ആ ഓരോ അടിയിലും ബോധം കെട്ടി വീഴുമായിരുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ആൾക്കാര് പറഞ്ഞു, ഒന്ന് പറഞ്ഞേക്ക്, അവരൊന്ന് സമാധാനിക്കാനും നിങ്ങളൊന്ന് രക്ഷപ്പെടാനും വേണ്ടി പറഞ്ഞേക്കണം. ഞാൻ പറയൂല, ഞാനത് പറയില്ല. എന്റെ ജീവനങ്ങ് പോയാൽ തന്നെയും ഇവരുടെ ഈ പുതിയ ആശയത്തിന് ഞാനില്ല എന്ന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രഗൽഭനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇവിടുന്നാണ് ഈ ഉറച്ച വിശ്വാസം, ഈ ഉറച്ച ഈമാൻ. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി, ഈജിപ്ത് കണ്ട പ്രഗൽഭനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി, അന്നത്തെ ഭരണാധികാരി സ്വാലിഹ് ഇസ്മായിൽ എന്ന് പറയുന്ന ഈജിപ്തുകാരൻ കുരിശുയുദ്ധവാഹകരുമായി ചേർന്ന് മുസ്ലിം രാജ്യങ്ങളൊക്കെയും അവർക്ക് തീരെഴുതി കൊടുക്കാൻ പോകുമ്പോഴാണ് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം എന്നവർ ഒരിക്കലും നടക്കുകയില്ല, സാധ്യമല്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല, മുസ്ലിമീങ്ങളെ ക്രൂസൈഡുകാർക്ക്, കുരിശുയുദ്ധക്കാർക്ക് വിൽക്കുകയോ മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് നൽകുകയോ അതിന് സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. ബഹുമാനപ്പെട്ടവരെ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ അരികത്ത് ചെറിയ ഖൈമയുണ്ടാക്കി ആ കൂടാരത്തിനുള്ളിൽ കൊതുകിന്റെ കടിയേറ്റ് വിസർജ്യങ്ങളുടെ മണം ദുർഗന്ധമുണ്ടവിടെ.
കിടന്നുറങ്ങാനോ നിസ്കരിക്കാനോ സൗകര്യം പോലും കൊടുക്കാതെ ഒരു കൊച്ചു കൂരയിൽ മഹാനവറുകളെ ബന്ദിയാക്കി വെച്ച് വർഷങ്ങളോളം പീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം എന്നവർ പറഞ്ഞു, ഞാനതിനെ സമ്മതിക്കൂല. ആളുകൾ പറഞ്ഞു, നിങ്ങൾ അയാളോട് പോയി ഒന്ന് കരുണ വേണമെന്ന് ചോദിച്ചുകൂടെ രാജാവിനോട്? ഞാൻ ചോദിക്കുകയില്ല. എന്റെ കൈകാലുകൾ വന്നയാൾ മുത്തുകയാണെങ്കിൽ തന്നെയും ഞാൻ അതിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളുടെ ഇസ്സത്തിന്റെ കൂടെ നിന്ന ഇസ്സ്, അഭിമാനം എന്നർത്ഥം വരുന്ന ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിമീങ്ങൾക്കൊരു മാതൃക തന്നെയാണ്, പ്രഗൽഭമായ മാതൃക. നമ്മുടെ മുൻഗാമികൾ ഒരാൾ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നായെ ദിവസങ്ങളോളം വിശപ്പ് നൽകി ഭക്ഷണം കൊടുക്കാതെ വിശപ്പിനിട്ട് ദാഹാർത്ഥമായ വായയുമായി നായ വരുമ്പോ ആ നായയുടെ മുമ്പിലേക്ക് മഹാനായ സ്വാലിഹായ നമ്മുടെ മുൻഗാമികളിൽ പ്രഗൽഭനായ ഒരു ആലിമിനെ നായയുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നായ ശരീരത്തിലൊന്നാകെ കടിച്ചു കീറുമ്പോ മഹാനായ പണ്ഡിതൻ, ആ മഹാനുഭാവൻ അന്നത്തെ അക്രമികൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മഹാനവറുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോകുമ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ സത്യത്തിന്റെ പേരിലാണ് ക്രൂശിക്കപ്പെടുന്നതെങ്കിൽ സത്യം എനിക്കിഷ്ടമാണ്. ഞാൻ നിലകൊള്ളുന്ന ആശയം തെറ്റാണെങ്കിൽ തെറ്റായൊരു ആശയത്തിന് വേണ്ടി ആരോടും കരുണ ചോദിക്കാൻ ഞാനില്ല എന്ന് പറയുകയും അങ്ങനെ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോ അന്നത്തെ പണ്ഡിതന്മാരിൽ ഉലമാ ഉദ്ദുന്യ, പണ്ഡിതന്മാരിൽ രണ്ട് വിഭാഗമുണ്ട് എന്ന് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ട് വിഭാഗം പണ്ഡിതന്മാർ എല്ലാ കാലത്തും. ഒന്ന് ഉലമാ ഉൽ ആഖിറ, പരലോകത്തിന്റെ ചിന്തയിൽ ജീവിക്കുന്ന, സൗമ്യമായി സരളമായി ജീവിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന, നാവിൽ നന്മയല്ലാതെ മറ്റൊന്നുമില്ലാതെ, മനസ്സിൽ നന്മയല്ലാതെ മറ്റൊന്നുമില്ലാതെ ഈ ഉമ്മത്തിനെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യമല്ലാതെ, മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുക എന്ന ദൗത്യമല്ലാതെ മറ്റൊന്നും മുമ്പിലില്ലാത്ത ഉലമാ ഉൽ ആഖിറ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയും ഈ ആലിമീങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വേറെയൊന്നുണ്ട്, ഉലമാ ഉദ്ദുന്യ, എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉലമാ ഉദ്ദുന്യ, പൈസക്ക് വേണ്ടി, ദുന്യാവിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ ബലി കൊടുക്കുന്ന ആളുകൾ, ദീനിനെ ഉപയോഗിച്ച്, ദീനിന്റെ അടയാളങ്ങൾ ഉപയോഗിച്ച്, ദീനിന്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കാൻ നോക്കുന്ന ഉലമാ ഉദ്ദുന്യ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരക്കാരിൽപ്പെട്ട ഒരാൾ, ഈ സ്വാലിഹായ മനുഷ്യൻ നായ കടിച്ചു കീറിയ ശരീരവുമായി മഹാനവറുകളെ തൂക്കുകയറിലേക്ക് കൊണ്ടുപോകുമ്പോ ഉലമാ ഉദ്ദുന്യ, ഭരണാധികാരികളുടെ പിന്നിൽ വാലാട്ടിച്ചെന്ന് അവർക്ക് വേണ്ടി എല്ലാം പണയം വെച്ച് അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു പണ്ഡിതൻ ചെന്ന് ഇവരോട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്കണേ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. അപ്പോഴാണ് അഭിമാനിയായ സ്വാലിഹായ മഹാപണ്ഡിതൻ പറഞ്ഞത്, ഇന്നമാ അമൂതു ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ മരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. വതർജഉ അൻത ലിതഅകുല ഫതാതൽ മവാഇദി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേര് പറഞ്ഞ് തീന്മേശകളിലെ എച്ചിലുകൾ തിന്നാനല്ലയോ നിങ്ങൾ പോകുന്നത്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മരിക്കാൻ ഒരുക്കമാണെന്ന് സ്വന്തം കാഴ്ചപ്പാടുകളിൽ അക്രമം സഹിച്ചുകൂടാ എന്ന് പറഞ്ഞ്, അക്രമികളെ പൊറുത്തുകൂടാ എന്ന് പറഞ്ഞ്, വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ പൊറുപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ത്യാഗോജ്വലമായ മരണം വരിച്ച എത്രയോ ആളുകൾ നമ്മുടെ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് ഇബ്നു ആസിം റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാനിന്റെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഖുറാസാൻ, ഇന്നത്തെ റഷ്യയുടെ ഭാഗമായി വരുന്ന ഖുറാസാൻ, മഹാനായ മുഹമ്മദ് ഇബ്നു ആസിം റഹ്മത്തുള്ളാഹി അലൈഹി. ചെറിയ പെൺമക്കളുണ്ടവർക്ക്. ത്യാഗീവര്യന്മാരായ പണ്ഡിതന്മാരുടെ കഥ പറയുമ്പോ അവരിൽ പെണ്ണുങ്ങളുമുണ്ട്, മഹതിമാരുണ്ട്, ചെറുപ്പക്കാരി കുട്ടികൾ പോലുമുണ്ട്. ഈമാനികമായ അടിത്തറയിൽ വളർന്നു വന്ന ആളുകൾ, സുശക്തമായ വ്യക്തിത്വം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഈ ഉമ്മത്തിൽ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബുനയ്യാത്തുൻ സിഗാർ, റഷ്യയിൽ നിന്ന് മഹാനവറുകൾ ബഗ്ദാദിലേക്ക് വരുന്നു.
റഷ്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരണം. നോർത്തിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്കുള്ള യാത്രയാണ്, സൗത്ത് വെസ്റ്റിലേക്കുള്ള യാത്രയാണ്. മഹാനായ ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി ബഗ്ദാദിലേക്ക് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് ഇബ്നു ആസിം റഹ്മത്തുള്ളാഹി അലൈഹി ഇറാഖിലേക്ക് വന്നപ്പോഴറിയുന്നത് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ വീട്ടുതടങ്കലിലാണ്. അന്നത്തെ ഭരണാധികാരികൾ മഹാനവറുകളെ ദർസ് നടത്താനോ പ്രഭാഷണം നടത്താനോ നല്ലത് പറഞ്ഞു കൊടുക്കാനോ മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്താനോ അനുവദിക്കാതെ വീട്ടുതടങ്കലിൽ വെച്ച കാലം. അഹ്മദ് ഇബ്നു ഹംബലി മദ്ഹബിന്റെ ഇമാമാണിത്. 7 ലക്ഷം ഹദീസ് അല്ല 10 ലക്ഷം ഹദീസ് എന്നൊക്കെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ സാക്ഷി നിന്ന പ്രഗത്ഭനായ മുസ്നദ് എന്ന ഹദീസ് ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച അഹ്മദ് ഇബ്നു ഹംബൽ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വീട്ടുതടങ്കലിലാണ്. ഇറാഖിൽ ചെന്ന് ഇൽമ പഠിക്കുകയും മുതഅല്ലിമീങ്ങളൊക്കെ കിട്ടി. മഹാനായൊരു പണ്ഡിതൻ വീട്ടുതടങ്കലിലായ സമയത്ത് മുഹമ്മദ് ഇബ്നു ആസിം എന്നവർ സ്വന്തം മുതഅല്ലിമീങ്ങളോട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, അല്ല ഇമാം അവറുകളുടെ കൂടെ നമുക്കുമൊന്ന് ഉറച്ചു നിന്നാൽ എന്താ? നമുക്കും പറഞ്ഞൂടെ? ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയല്ലേ? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്ത അള്ളാഹുവിന്റെ സവിശേഷമായ അവന്റെ വിശേഷണം അള്ളാഹുവിന്റെ സിഫത്തുമായ കലാമാണ്. അതൊരിക്കലും തന്നെ സൃഷ്ടിയാണെന്ന് പറഞ്ഞുകൂടാ എന്ന ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വാദം നമുക്കുമൊന്ന് ഉറക്കെ പറഞ്ഞൂടെ? അപ്പോഴാണ് ആളുകൾ പറയുന്നത് മുഹമ്മദ് ഇബ്നു ആസിം എന്നവരെ, അത് പറഞ്ഞവരെ മുഴുവനും ഇവിടുത്തെ ഭരണാധികാരികൾ തലവെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യം ആലോചിച്ച് നോക്കി. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ വിശ്വസിക്കുകയും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളെ തലവെട്ടുമെന്ന് പറഞ്ഞിരുന്ന ഭരണാധികാരികൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനിടയിലൂടെയാ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ജീവിച്ചു പോന്നത്. ആ സമയം എത്രയോ 4-5 പെൺമക്കളെ ഖുറാസാനിൽ ഒറ്റക്കാക്കി ബഗ്ദാദിലേക്ക് ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും യാത്ര ചെയ്തു വന്ന ബാപ്പ ഒരാൺകുട്ടി പോലും ഈ പെൺമക്കളെ നോക്കാനുണ്ടായിരുന്നില്ല. ഒരാൺകുട്ടി പോലുമില്ല. ആ സമയം ബാപ്പയുടെ മനോധൈര്യം വർദ്ധിപ്പിക്കാൻ ഒരു കത്ത് വരുന്നു. ഖുറാസാനിൽ നിന്ന് ഒരു കത്ത് വരുന്നു. ആരാ എഴുതിയത്? തന്റെ 4 പെൺകുട്ടികൾ ചേർന്ന് എഴുതിയ കത്ത്. ഇന്നിപ്പോ കത്തൊന്നുമില്ലല്ലോ, ഒക്കെ വാട്സപ്പ് ആയതുകൊണ്ടേ ഫോൺ വിളിയും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ അല്ലേ. കത്ത് എഴുതിയിട്ട് ആ കത്തങ്ങ് തുറന്ന് വായിക്കുന്ന ഒരു വല്ലാത്തൊരു ആശ്വാസം, പ്രത്യേകിച്ച് പഴയ ഗൾഫുകാർക്കൊക്കെ അല്ലേ. അവർക്ക് അങ്ങ് കത്തൊന്നും കിട്ടിയിട്ടില്ല നാട്ടിൽ നിന്ന് ഇല്ല. പുതിയ ന്യൂ ജനറേഷൻ ഗൾഫുകാരാണ്. അപ്പോ ആ ഒരു വല്ലാത്തൊരു അനുഭവം അല്ലേ വാപ്പമാർക്ക്. മക്കൾ എഴുതുന്ന കത്താണിത്. കത്ത് വരുന്നു. എന്താ കത്തിന്റെ ഉള്ളടക്കം എന്നറിയോ? വാപ്പയോട് മക്കൾ പറയാ, യാ അബാന, ഞങ്ങളുടെ വാപ്പ, ഇന്നാ ഖദ് സമിഅനാ, ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞുപ്പാ, അന്നർ റജുല ഖദ് ദഅന്നാസ ഇലൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയാൻ അന്നത്തെ ഭരണാധികാരി, നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരി ജനങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. കുട്ടികൾ പറയാം, അങ്ങനെ ഒരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റി. ബാപ്പാ, നിങ്ങൾ ആ രാജാവിന് മറുപടി കൊടുക്കരുത് കേട്ടോ. മറുപടി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കരുത് കേട്ടോ. ആ പറയുന്ന വാദം നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത്. വാപ്പ അതിന് സമ്മതിച്ചു കൊടുക്കരുത്. സത്യം സത്യമായി പുലരണം. വാപ്പ, നിങ്ങൾ ഭീരുവായി രാജാവ് പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു വിശ്വാസം നിങ്ങൾ ബലിയർപ്പിക്കരുത്. അവിടെ മക്കൾ പറയാണ്, 4 മക്കൾ എഴുതിയ കത്താണിത്. 4 പെൺകുട്ടികളാണ് ഇത് എഴുതിയത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. യാ അബാന, ഞങ്ങളുടെ ഉപ്പാ, ഉപ്പാ, ഖുർആൻ സൃഷ്ടിയാണ് എന്ന് ആ രാജാവിനോടൊപ്പം ചേർന്ന് നിങ്ങൾ പറയുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം
ഖുർആൻ സൃഷ്ടിയല്ല എന്ന് നിങ്ങൾ വാദിക്കുകയും അതിന്റെ പേരിൽ നിങ്ങൾ മരിച്ചു എന്നോ കൊല്ലപ്പെട്ടു എന്നോ കേൾക്കലാണ് ഉപ്പ. ഞങ്ങൾ 4 പെൺമക്കൾക്ക് ഇഷ്ടം അങ്ങ് സത്യം പറഞ്ഞു മരിച്ചു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്ന് കേൾക്കലാണ്. എന്തല്ല, അസത്യത്തിന് കൂട്ടുനിൽക്കലല്ല എന്ന് സ്വന്തം വാപ്പാക്ക് കത്തെഴുതി കൊടുത്ത പെൺമക്കളുണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്. ഉപ്പ, സത്യം സത്യം തന്നെയാണ്, അതിനു വേണ്ടി നിങ്ങൾ എന്ത് ത്യാഗം ചെയ്യാനും മുന്നോട്ട് വരണം. മുൻഗാമികളിലെ പെൺമക്കളെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് നമ്മുടെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, ആണുങ്ങൾ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അന്നത്തെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും, ഉമ്മമാർ മക്കളോട് പറയും, പെങ്ങന്മാർ ആങ്ങളമാരോട് പറയും ജോലിക്ക് പോകുമ്പോ, ഇന്നാ ലനസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ ഫലാ തഅതീനാ ഇല്ലാ ബിൽ ഹലാൽ. ഭർത്താവിനോട് പെണ്ണ് പറയും, ഭർത്താവേ, ജോലി ചെയ്ത് ഹലാലായ പൈസ മാത്രം ഞങ്ങൾക്ക് കൊണ്ടുവന്നാൽ മതി, ഹലാലായ പൈസ മതി, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് വീടുണ്ടാക്കണം. അതൊന്നും നമുക്കില്ല. എന്തെങ്കിലും ചെയ്ത് ഹലാലും ഹറാമും നോക്കാതെ, ഹലാലായ സമ്പാദ്യം നോക്കാതെ, ഹറാമ് കൊണ്ടോ പലിശ ഇടപാട് കൊണ്ടോ വീട് വെക്കുന്നത് നമുക്ക് വേണ്ട എന്ന് സ്വന്തം ഭർത്താവിനോട് പറഞ്ഞ പെണ്ണുങ്ങൾ എന്താണ് അവരുടെ വാക്കുകളെന്നറിയണേ. ഇന്നാ ലനസ്ബിറു അലൽ ജൂഅ്. ഭർത്താവേ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം, ഞങ്ങൾ നോമ്പ് നോറ്റ് പരിചയിച്ചവരാണ്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും. പക്ഷേ വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അല്ലാഹു നരകത്തിലേക്ക് ഇടുന്ന പണി നിങ്ങൾ ചെയ്തു പോവരുത്. ഹലാലല്ലാത്ത പൈസ ഞങ്ങൾക്ക് കൊണ്ടുവരരുത്. ഇന്ന് പോയി ജോലിക്ക് പോയി ഒരു ജോലിയും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് പട്ടിണിയാണെങ്കിൽ ഞങ്ങൾ സഹിക്കാം. പക്ഷേ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വല്ലവന്റെയും പൈസ കട്ടെടുത്ത് കൊണ്ടുവരല്ലേ, വല്ലവനെയും വഞ്ചിച്ച് കാശുണ്ടാക്കല്ലേ, അള്ളാഹു ഹറാമാക്കിയ സമ്പാദ്യം കൊണ്ടുവരല്ലേ. ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല കേട്ടോ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും. ഇത് പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ. അതൊക്കെയാണ് ഈമാൻ. നമ്മൾ എന്താ പറയാ, അയൽപ്പക്കത്തെ വീട് കണ്ടോ, ഗൾഫൊക്കെ പോയിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ, നിങ്ങൾ ഈ പറക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 25 കഴിഞ്ഞിട്ട് 5 സെന്റ് ഭൂമി വാങ്ങിയോ ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്കൊന്നും കേൾക്കണ്ട, അങ്ങനെ നിങ്ങൾ പറയാം, ഒന്നും കേൾക്കണ്ട, നമുക്ക് വീട് പണി അടുത്ത 2 മാസത്തിനകം തീർക്കണം. എവിടുന്ന് പെണ്ണേ, എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ? അതൊന്നും എനിക്കറിയാം, എവിടെന്നെങ്കിലും ഉണ്ടായിരിക്കും. മനുഷ്യന്മാർക്കൊക്കെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന പെണ്ണുങ്ങളാണ് ഇന്ന്. അങ്ങനെ ആവരുത്. ഇന്നാ ലനസ്ബിറു അലൽ ജൂഅ്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും കേട്ടോ. വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല. ഈമാനികമായ വ്യക്തിത്വം ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള മാതൃകകൾ നമ്മുടെ വീടിനകത്തുണ്ടാവുക. അല്ലാഹു നമ്മളെ ഈമാനികമായി ഉയർച്ച ലഭിച്ചവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.